ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലിനി പ്രഥമ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഭീഷ്മരുടെ കൃഷ്ണസ്തുതിയും ആ ശരീരം വെടിയുന്നതുമാണ്. ഭീഷ്മ പിതാമഹരുടെ ചരിത്രം ഒന്ന് എന്തെങ്കിലും പറയാതെ പോകാൻ തോന്നില്ലേ നമുക്ക്. ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതന് അഭിമന്യു എന്നൊരു പുത്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ആരായിരുന്നു? സുഹോത്രൻ്റെ പുത്രൻ ഹസ്തി. ഈ ഹസ്തിയാണ് ഹസ്തിനപുരം പണികഴിപ്പിച്ച് രാജധാനിയാക്കി അവിടെ വാണരുളിയത്. ഈ വംശപരമ്പരയിൽ പ്രശസ്തനായ സംവരണന് തപതിയിൽ 2 പുത്രന്മാരുണ്ടായി, കുരുവും രന്തിദേവനും. അപ്പോൾ കുരുവാണ് കുരുക്ഷേത്രത്തിൻ്റെ ശില്പി. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയാണ് കുരുവംശം. കുരുവംശത്തിലെ പ്രധാനിയായ രാജാവായിരുന്നു പ്രദീപൻ. അപ്പോൾ അദ്ദേഹം പുരുവംശത്തിന് പ്രദീപം പോലെ പ്രകാശിച്ചിരുന്ന ആ രാജാവ് ചരമഗതി പ്രാപിച്ചപ്പോൾ 2-ാമത്തെ പുത്രനായ ശന്തനു സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്തു. ആ ശാന്തശീലനായ ക്ഷത്രിയ യുവാവ് ഒരു നാൾ ഗംഗാതീരത്ത് വെച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ആ സൗന്ദര്യധാമത്തിൽ രാജാവിന് അതിരറ്റ അഭിനിവേശമുണ്ടായി. അദ്ദേഹം തൻ്റെ ഭാര്യാപദം അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് അവളെ ക്ഷണിച്ചു. ശന്തനുവിൻ്റെ രാജാവിൻ്റെ ഭാര്യാവൻ അവൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ രാജാവ് ഒരു വ്യവസ്ഥ അംഗീകരിക്കണമെന്ന് ആ സുന്ദരി ശഠിച്ചു. എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി രാജാവെ അങ്ങൊന്നും പറയരുത്, ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അങ്ങയെ വിട്ടു പിരിഞ്ഞു പോകും. അപ്പോൾ അവളുടെ ആ ശരീര സൗന്ദര്യത്തിൽ ലയിച്ച് ഭ്രാന്തനായി തീർന്ന ശന്തനു രാജാവ് അവളുടെ വ്യവസ്ഥയൊക്കെ അംഗീകരിച്ചു, വിവാഹം ചെയ്തു. ശേഷം ശന്തനു മഹാരാജാവിന് അവളുടെ 7 പുത്രന്മാരുണ്ടായി. എല്ലാ കുട്ടികളെയും ആ ദേവി പ്രസവാനന്തരം ഗംഗയിലെറിഞ്ഞു കൊന്നു എന്നാണ്. ശന്തനു മഹാരാജാവിന് അതിഷ്ടമായില്ല. പക്ഷേ വ്യവസ്ഥ പാലിക്കണ്ടേ, മൗനത്തോടെയിരുന്നു. 8-ാമതും ആ സുന്ദരി ഗർഭം ധരിച്ചു. ദിവ്യ തേജസ്സോടു കൂടിയ ഒരു പുത്രനെ പ്രസവിച്ചു, ജന്മം നൽകി. അതിനെയും ഈ സുന്ദരി ഗംഗയിൽ എറിയാൻ ഒരുങ്ങി. അപ്പോൾ ശന്തനു അവളെ തടഞ്ഞു. അവൾക്കതിഷ്ടമായില്ല. അവൾ പറഞ്ഞു, മഹാരാജൻ, അവിടുന്ന് എൻ്റെ നിശ്ചയത്തിന് വിപരീതമായി പ്രവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു വ്യവസ്ഥയുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിട്ടുപോകുന്നു. ഈ കുഞ്ഞ് അഷ്ടവസുക്കളിൽ ഒരുവനാണ്. ഇവൻ അങ്ങയുടെ കുലത്തിന് മണിദീപമായിട്ട് വളരും. രാജാവ് ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ദുഃഖിതനായി. അദ്ദേഹം ചോദിച്ചു, ഭഗവതി ഇത്രയും കാലം എൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെ ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അഷ്ടവസുക്കളിൽ ഒരുവനാണ് എൻ്റെ പുത്രനായി പിറന്നിരിക്കുന്നതെന്നും ഭഗവതി പറയണു. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാ കഥകളും എന്നോടൊന്ന് പറയണേ. അപ്പോൾ ആ ദിവ്യാംഗന രാജാവിൻ്റെ അപേക്ഷ അനുസരിച്ച് കഥ മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു. മഹാരാജാവേ, അങ്ങ് പൂർവ്വജന്മത്തിൽ മഹാഭിഷക് എന്നൊരു രാജാവായിരുന്നു. അനേകം അശ്വമേധയാഗങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി അങ്ങേക്ക് സ്വർഗ്ഗലോകത്തേക്ക് പോകാനും താമസിക്കുവാനുമെല്ലാം സ്വാതന്ത്ര്യമുണ്ടായി. അങ്ങനെ അവിടെ സ്വർഗ്ഗലോകത്ത് താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ദേവകളുണ്ട് മുനിമാരോടും കൂടി ബ്രഹ്മസന്നിധിയിൽ വന്നു. അപ്പോൾ ഞാനാണെങ്കിലോ ഒരു അപ്സര കന്യകയുടെ രൂപത്തിൽ ഞാനും അവിടെ വന്നു. അപ്പോൾ നിങ്ങളെല്ലാം ബ്രഹ്മവുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കെ എൻ്റെ വസ്ത്രങ്ങൾ കാറ്റിലിളകി മാറി ഞാൻ നഗ്നയായി. ദേവകളും മുനിമാരുമൊക്കെ അത് ശ്രദ്ധിക്കാതെ തലയും കുമ്പിട്ട് നിന്നു. അങ്ങ് അത്യാർത്തിയോടുകൂടി എൻ്റെ നഗ്ന സൗന്ദര്യം നോക്കി രസിച്ചു. അത് കണ്ട് ബ്രഹ്മാവ് അങ്ങയെ ശപിച്ചു. എന്താണ് ശാപം? ഇനിയും നിനക്ക് ജീവിതാസക്തി കുറഞ്ഞിട്ടില്ല. കുറേ കാലം നീ അവളുമൊത്ത് ഭൂമിയിൽ ജീവിക്കാൻ വരട്ടെ. അങ്ങനെയാണ് അങ്ങിപ്പോൾ ശന്തനുവായി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ അഭിലാഷപൂർത്തിക്ക് വേണ്ടിയാണ് ഞാനും മനുഷ്യ സ്ത്രീയായി ശാപഗ്രസ്തരായ അഷ്ടവസുക്കൾക്ക് ജന്മം നൽകിയിരിക്കുന്നത്. അവരാണ് നമ്മുടെ പുത്രന്മാർ. 7 പേരും ജനനത്തോടെ ശാപമോക്ഷം നേടി സ്വർഗത്തിലേക്ക് മടങ്ങി. ഇപ്പോഴത്തെ പുത്രൻ 8-ാമത്തെ വസുവായ ദ്യുവാണ്. ഇവന് ജനനത്തോടെ ശാപം തീരില്ല. അങ്ങ് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ എനിക്ക് അഹിതം ചെയ്യാതെ ഇപ്പോൾ മാത്രം പ്രവർത്തിച്ചത്. ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവൻ ദീർഘകാലം അങ്ങയോടൊത്ത് കഴിയും. എന്നിട്ടോ ശാപമോക്ഷം നേടി പിന്നീട് സ്വർഗത്തിലേക്ക് മടങ്ങിക്കൊള്ളും. ഇനി അഷ്ടവസുക്കൾക്ക് എങ്ങനെയാണ് ശാപം കിട്ടിയത്? ആ കഥ പറയുകയാണ്. കഥ്യതേ ഇത് കഥ എന്നാണ്. അതിനെപ്പറ്റി പിന്നീട് പറയാം. മുമ്പൊരിക്കൽ വിനോദപ്രിയന്മാരായ ഈ അഷ്ടവസുക്കൾ ഭാര്യമാരോടൊപ്പം മഹാമേരു പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൻ്റെ സമീപത്ത് വന്നു. അപ്പോഴവിടെ കാമധേനു നിൽക്കുന്നത് കണ്ടു. അപ്പം ദ്യു അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ പശുവിൻ്റെ പാല് അമൃതമാണ്. ഇത് കുടിക്കുന്നവന് മരണമില്ലെന്ന്. ഇത് കേട്ട് അവൻ്റെ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ പശുവിനെ നമുക്ക് പിടിച്ചു കൊണ്ടുപോകാം. അജരാവതി എന്ന പേരായ ഒരു സഖി എനിക്കുണ്ട്.
അവൾ ഉശീന മഹാരാജാവിൻ്റെ പട്ടമഹിഷിയാണ്. പശുവിൻ്റെ പാൽ അവൾക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം ഭാര്യയുടെ ഇഷ്ടം സാധിക്കാൻ തീർച്ചയാക്കി കാമധേനുവിനെ പിടിക്കാനായിട്ട് ദ്യൂ ശ്രമിച്ചു. വിവരം അറിഞ്ഞ ആര് വന്നു? വസിഷ്ഠമുനി വന്നു. അപ്പോൾ അഷ്ടവസുക്കളെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇവരും മനുഷ്യരെ പോലെ അനീതികൾ കാണിക്കുകയോ? മഹർഷിക്ക് കോപം വന്നു. അദ്ദേഹം ശപിച്ചു, നിങ്ങൾ മനുഷ്യരായി ജനിക്കട്ടെ. ഒരുത്തൻ ചെയ്ത പാപത്തിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടി. അവർ മഹർഷിയോട് സങ്കടം പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണ്, ദ്യൂ മാത്രമാണ് കുറ്റം ചെയ്തത്, ഞങ്ങളെ രക്ഷിക്കണം. മുനി പശ്ചാത്താപത്തോടെ ശാപമോക്ഷം നൽകി, നിങ്ങൾ 7 പേരും ജനിച്ചാലുടനെ പൂർവ്വസ്ഥിതിയിലെ ആയിക്കൊള്ളും. ദ്യൂ ആകട്ടെ മനുഷ്യനായി വളരെ കാലം ജീവിച്ചിരിക്കും. അപ്പം വസുക്കൾ ഈ ദേവിയുടെ അടുത്ത് വന്ന് ഭൂമിയിൽ അവരുടെ മാതാവാകണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ചാണ് ആ ദേവി പറയുകയാണ്, ഞാൻ അവരുടെ ഭാര്യയായതും അവരെ പ്രസവിച്ചതും. ഞാൻ അങ്ങയുടെ ഭാര്യയായതും അവരെ പ്രസവിച്ചതും അവരെ അപ്പോൾ തന്നെ ഗംഗയിലെറിഞ്ഞ് ശാപമോചനം നൽകിയതും. അങ്ങയുടെ ഈ പുത്രൻ അഗ്നിയെപ്പോലെ തേജസ്സുള്ളവനും ബ്രഹ്മചാരികളിൽ ശ്രേഷ്ഠനും അജയ്യനാണ്, അത്ഭുത പരാക്രമശാലിയുമായിട്ട് വളരും. അഷ്ടവസുക്കളിൽ ദ്യുവിൻ്റെ പൂർണ്ണമായ വീര്യവും മറ്റു വസുക്കളുടെയൊക്കെ അംഗവീര്യവും കാണാം. ഈ കുമാരനെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകും, അമ്മയായ ഞാൻ കൊണ്ടുപോകും. കൗമാരം കഴിയുമ്പോൾ ഇവനെ അവിടത്തേക്ക് നൽകിക്കൊള്ളാം. പുത്രനെയും കൊണ്ട് ആരാണിത്? ഗംഗാദേവി അപ്രത്യക്ഷയായി. ഗംഗ കൊണ്ടുപോയിട്ട് സ്വർഗലോകത്ത് വെച്ച് പുത്രനെ സകല വിദ്യകളും അഭ്യസിപ്പിച്ചു. അവന് അജയ്യമായ ശക്തിയും അനുഗ്രഹങ്ങളും നൽകി. ഒരിക്കൽ ശന്തനു മഹാരാജാവ് ഗംഗാതടത്തിലെത്തി. ഒരു ബാലൻ അസ്ത്രങ്ങൾ കൊണ്ട് പ്രവാഹത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു നിന്നു. അപ്പോൾ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു, മഹാരാജാവേ, ഇതാ ഇവനാണ് അങ്ങയുടെ പ്രിയപുത്രൻ. ഇവനെ സ്വീകരിച്ചു കൊള്ളുക. ഇവൻ കീർത്തിമാനും ദീർഘായുഷ്മാനുമായി ഭവിക്കും. മഹാരാജാവിനെ വന്ദിച്ചിട്ട് മകനെ ആശീർവദിച്ച് ഗംഗ അപ്രത്യക്ഷമായി. ശന്തനു മഹാരാജാവ് സന്തോഷത്തോടെ പുത്രനുമൊത്ത് കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഗംഗയുടെ സംഭാവന ആയതുകൊണ്ടാണ് പുത്രൻ എന്തു പേര് വന്നത്? ഗംഗാദത്തൻ. ആ കുമാരനാണ് പിൽക്കാലത്ത് പ്രസിദ്ധനായ ഭീഷ്മരായി തീർന്നത്. ഇനി ശന്തനുവും സത്യവതിയും അടുത്ത കഥയാണ്. ഒരിക്കൽ ശന്തനു മഹാരാജാവ് യമുനാ തീരത്തിലുള്ള പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അംഗലാവണ്യമുള്ള യുവതിയെ കണ്ടു. അപ്പോൾ ചോദിച്ചു, ആരാണ്? മഹാരാജാവേ, പുഴയിലെ കടത്തുകാരൻ മുക്കുവൻ്റെ മകളാണ് ഞാൻ. അപ്പം ഇത് പരാശരനിൽ നിന്നും ഗർഭിണിയായിട്ട് വ്യാസനെ പ്രസവിച്ച ശേഷം മുനി പ്രസാദത്താൽ കന്യകാത്വം വീണ്ടെടുത്ത കാളിയായിരുന്നു ആ യുവസുന്ദരി. അപ്പം അന്തഃപുര ജനങ്ങളിലൊന്നും കാണാത്ത വലിയ സൗന്ദര്യം കണ്ട ശന്തനു അവളുടെ പിതാവായ മുക്കുവനെ കണ്ട് തനിക്ക് അവളെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, ഇവൾ എൻ്റെ വളർത്തുപുത്രിയാണ്. ഇവൾക്കൊരു ഉന്നതി ഉണ്ടാകുന്നത് അടിയന് സന്തോഷമാണ്. എന്നാൽ അവിടുന്ന് ഒരു സത്യം ചെയ്യണം, ഇവളിലുണ്ടാകുന്ന പുത്രനെ അങ്ങ് അനന്തരാവകാശിയാക്കണം. അപ്പോൾ തൻ്റെ അനന്തരാവകാശിയായിട്ട് ആരുണ്ട്? രാജാവ് ശന്തനു മഹാരാജാവിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ട ദേവവ്രതനുണ്ട്. രാജാവ് നിശബ്ദനായിപ്പോയി. മുക്കുവൻ ആവശ്യപ്പെട്ട പ്രകാരം എങ്ങനെ ഈ പ്രതിജ്ഞ ചെയ്യാൻ കഴിയും? അദ്ദേഹം നിരാശനായിട്ട് രാജധാനിയിലേക്ക് പോയി. അപ്പോൾ രാജാവ് മുക്കുവ പെണ്ണിനെ മറക്കാനാകാതെ വിഷമിച്ചുപോയി. രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ലാതെ സദാ ഏകനും മൂകനുമായിട്ട് ഇരുന്നു. അച്ഛൻ്റെ മാറ്റത്തിനുള്ള കാരണമറിയാതെ ദേവവ്രതൻ കുണ്ഠിതപ്പെട്ടു. ഒരു ദിവസം അച്ഛനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മകനെ, ഒരു മകൻ മാത്രമുള്ള ഒരുവന് സന്താനക്ഷയത്തെ പറ്റിയുള്ള ഭയമുണ്ടാകും. എനിക്ക് മറ്റൊരു വിവാഹം ചെയ്യുന്നത് ഉചിതവുമല്ല, നിന്നെപ്പോലെ വളരെ സദ്ഗുണസമ്പന്നനായ ഒരു മകനുള്ളപ്പോൾ. ദേവവ്രതന് അപ്പോഴും അച്ഛൻ്റെ മനോഗതം മനസ്സിലായില്ല. എന്തോ ദുഃഖമുണ്ടെന്നേ അച്ഛനുണ്ടെന്നേ അദ്ദേഹം മനസ്സിലായുള്ളൂ. ദേവവ്രതൻ അച്ഛൻ്റെ ഉറ്റ ചങ്ങാതികളായ അമാത്യന്മാരുമായിട്ട് ആലോചിച്ചു, മന്ത്രിമാരുമായിട്ട്. അപ്പോൾ കാരണം മനസ്സിലായി. അപ്പോൾ മുക്കുവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പറഞ്ഞു, കുമാര, എൻ്റെ മകൾക്കുണ്ടാകുന്ന പുത്രന് രാജ്യാവകാശം കൊടുക്കാമെന്ന് രാജാവ് വാക്ക് നൽകണം. അന്നൊക്കെ ഈ രാജഭരണം ഒരു വലിയ കാര്യമാണ്. എങ്കിലേ ഞാൻ ഇക്കാര്യത്തിൽ വഴിപ്പെടുകയുള്ളൂ. അങ്ങ് രാജാവിൻ്റെ മൂത്ത പുത്രനാണ്. ഇന്നത്തെ നിലയ്ക്ക് രാജ്യാവകാശം അങ്ങേക്കുള്ളതാണല്ലോ. അപ്പം ദേവവ്രതൻ പറഞ്ഞു, എനിക്ക് രാജ്യാവകാശം വേണ്ട. എൻ്റെ കുട്ടികൾ രാജ്യാവകാശത്തിന് വരാതിരിക്കാൻ ഞാൻ നിത്യബ്രഹ്മചാരിയായി ജീവിതകാലം മുഴുവനും കഴിഞ്ഞുകൊള്ളാം. എന്താ, തൃപ്തിയായില്ലേ? അച്ഛനു വേണ്ടി പുത്രൻ ത്യാഗം ചെയ്തു. ദേവവ്രതൻ ശപഥം ചെയ്തപ്പോൾ, അതാണ് ആ ഒരു ഭീമമായ ശപഥം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന് പേര് വന്നത്. ആകാശത്തു നിന്നും ദേവകൾ പുഷ്പവർഷം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കുമാര, അങ്ങയുടെ പ്രതിജ്ഞ അതിഭീഷ്മമായിട്ടുള്ള ഒന്ന് തന്നെ. അന്ന് മുതലാണ് ദേവവ്രതൻ ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. മുക്കുവൻ തൻ്റെ വളർത്തുമകളെ രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു.
സംതൃപ്തനായ രാജാവോ പുത്രനെ ഇഷ്ടമുള്ളപ്പോൾ സ്വച്ഛന്ത മൃത്യു, അല്ലെ, മരണം വരിക്കുന്നതിനുള്ള വരം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഭീഷ്മൻ സ്വച്ഛന്ത മൃത്യുവായി തീർന്നു എന്നാണ്. ഇനി ഉപരിചരന് അപ്സരസ്ത്രീയിൽ ജനിച്ചവളും മുക്കുവൻ വളർത്തിയവളുമായ കാളി എന്ന സത്യവതിയുമൊത്ത് രാജാവ് വളരെ കാലം സുഖമായി കഴിഞ്ഞു. അദ്ദേഹത്തിന് സത്യവതിയിൽ ചിത്രാംഗതനെന്നും വിചിത്രവീര്യരെന്നും 2 പുത്രന്മാരുണ്ടായി. നമുക്ക് വീണ്ടും തുടർന്ന് ആ കഥ പറയാം. ഹരിയോ. ഇതെല്ലാം പറഞ്ഞതെല്ലാം ഭാഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി.